നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, കാറിൻ്റെയൊക്കെ ഗ്ലാസ് സാധാരണ രീതിയിൽ നമ്മൾ കഴുകി വെളുപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്ലീൻ ആക്കാറുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കുറച്ചുകൂടി ഷൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്ലോസി ലുക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പുറകിലെ വിൻഷീൽഡ് വാഷ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരവസ്ഥയാണ്. അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചാണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രം നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാമറയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയില്ല. എനിവേ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്യാൻ പോവാണ്. സാധാരണ ഷാമ്പു ഉപയോഗിച്ച്, കാർ വാഷിംഗ് ഷാമ്പു കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് സാധാരണ ഷാമ്പു, കാർ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതും കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് സാധാരണ ഷാമ്പു ഉപയോഗിച്ച് ആദ്യം ഞാൻ ക്ലീൻ ചെയ്യുന്നു. പുറകിലെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്നു, പിന്നെ അതോടൊപ്പം തന്നെ സൈഡ് പിന്നെ ഫ്രണ്ട് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ക്ലീൻ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം. ഇനി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിക്കളയാം. സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് കഴുകിക്കളയാം. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ വെയിലത്തിട്ട് ഉണക്കി ഡ്രൈ ആക്കാറുണ്ട്. അങ്ങനെ ഡ്രൈ ആക്കരുത്. തന്നെ വെള്ളം വലിഞ്ഞു പോയി ഡ്രൈ ആക്കുന്ന രീതിയിൽ പല ആളുകൾ ചെയ്യാറുണ്ട്. അത് വണ്ടിയുടെ ബോഡിയിലാണെങ്കിലും ശരി, ഗ്ലാസ്സിലാണെങ്കിലും ശരി, അങ്ങനെ ചെയ്യരുത്. ഒരു മൈക്രോ ഫൈബറോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ ക്ലോത്തോ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ സ്പോട്ട്സ്, വെള്ളം അതിലിരുന്ന് ഉണങ്ങിയതിൻ്റെ പാട് പിടിച്ച് അതിനകത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മൈക്രോ ഫൈബർ പറ്റുമെങ്കിൽ മൈക്രോ ഫൈബർ ഉപയോഗിച്ചിട്ട് തന്നെ പരമാവധി ഇത് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ ശരിക്കും ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് കോളിൻ എന്നാണ്, COLIN. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. വലിയ വിലയൊന്നുമില്ല. ഏതാണ്ട് 3 ബോട്ടിലിനാണ്ട് 200 രൂപയോ മറ്റാണ് വില വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം കേട്ടോ. വീട്ടിൽ കിച്ചൺ ടോപ്പിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെറുതെ ഒന്ന് സ്പ്രേ ചെയ്യുക. നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഗ്ലാസ്സിലൊന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം നമ്മുടെ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ മറ്റൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മൈക്രോ ഫൈബർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് വൈപ്പ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകരുത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. വൈപ്പ് ചെയ്യുന്നതും നല്ല ഒരു ഉണങ്ങിയ മൈക്രോ ഫൈബർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഏറ്റവും അവസാനം എന്തെങ്കിലും പാടൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ബനിയൻ ക്ലോത്ത്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് തുടച്ചെടുക്കാം. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതാണ് ഫൈനൽ റിസൾട്ട്. നമുക്കിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ എത്രമാത്രം ഗ്ലോസിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള അറിയില്ല. എനിവേ നേരിട്ട് കാണുമ്പോൾ നല്ല ഗ്ലോസിയാണ്, നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഇതിലും മികച്ച സൊല്യൂഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലും മികച്ചൊരു സൊല്യൂഷൻ ഇന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.